ഇവിടെ ലോ കോളേജിലെ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ലോ കോളേജിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ കോളേജ് നടപടി സ്വീകരിക്കുന്നു. യൂണിയൻ ഭാരവാഹി ഋദ്വിക്ക് SFI പ്രവർത്തകൻ ആസിഫ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. KSU പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, വലിയ പ്രതിഷേധം KSUവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഇപ്പോൾ കോളേജ് ഈ രണ്ട് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ? ടോമോ, ഇന്ന് പുലർച്ചെ മുതൽ നടന്ന സംഭവവാസങ്ങളാണ് ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്കും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കുമൊക്കെ കലാശിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ KSU പ്രവർത്തകരായ രണ്ട് പേരെ പുലർച്ചെ 1:30 കോളേജ് ക്യാമ്പസിൽ വെച്ച് SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി വരുന്നത്. ഇത് സംബന്ധിച്ച വീഡിയോയും KSU പ്രവർത്തകർ പുറത്തുവിട്ട് ഇന്ന് കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം നടക്കാനിരിക്കുകയായിരുന്നു. സച്ചിൻ ദേവ് MLA ആണ് ആ യൂണിയൻ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുകയും ചെയ്ത് ഇതിന്റെ ഭാഗമായി പ്രചാരണ സാമഗ്രികളും മറ്റും ക്യാമ്പസിൽ സ്ഥാപിക്കുകയായിരുന്നു തങ്ങളെന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഈ സമയമാണ് KSU പ്രവർത്തകർ അർദ്ധരാത്രിയോടുകൂടി ക്യാമ്പസിൽ എത്തുകയും പരസ്പരം വാക്കേറ്റമുണ്ടാവുകയും ചെയ്ത് തങ്ങൾ ഈ കരോൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പുലർച്ചെ 1:30 ക്യാമ്പസിൽ എത്തിയതെന്നാണ് KSU പ്രവർത്തകരും പറയുന്നത്. എന്തായാലും ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. അതിൽ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ ഋദ്വിക്കിന്റെ നേതൃത്വത്തിലാണ് ഈ SFI പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചതെന്നാണ് KSU ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് യൂണിയൻ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ജനറൽ സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയ ജനറൽ സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ യൂണിയൻ ഉദ്ഘാടനം നടത്താൻ അനുവദിക്കില്ല എന്ന് KSU പ്രവർത്തകർ പറയുകയും രാവിലെ മുതൽ തന്നെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ് ചേരുകയും ഈ രണ്ട് പ്രവർത്തകരെ, ഈ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ ഋത്വികിനെയും SFI പ്രവർത്തകനായ ആസിഫ് എന്ന വിദ്യാർത്ഥിയെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം KSU പ്രവർത്തകരെ അറിയിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ SFI പ്രവർത്തകരെക്കെതിരെ നടപടിയെടുത്തത് അകാരണമെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും SFI പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസിനകത്തേക്ക് കയറുകയും അവിടെ പ്രിൻസിപ്പളുമായി വാക്കേറ്റം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഈ സമയം KSU പ്രവർത്തകരും അവിടേക്ക് എത്തുകയും ഇരുപക്ഷവും തമ്മിൽ വീണ്ടും കയ്യേറ്റവും കയ്യാങ്കളിയും നടക്കുകയും ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കയ്യാങ്കളി ഉണ്ടായത്. പോലീസ് ഇരു പ്രവർത്തകരെയും പിന്നീട് അവിടെ നിന്നും മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ ക്യാമ്പസിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. കാരണം ഒരു വശത്ത് KSU പ്രവർത്തകരും മറുവശത്ത് SFI പ്രവർത്തകരും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പോലീസുമുണ്ട്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ലോ കോളേജിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്.